എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? നമുക്ക് തടയാം, കൂട്ടായിട്ട് എല്ലാവർക്കും കൂടെ തടയാം. പക്ഷേ ആളുകൾ പറയാം മദ്യവും മയക്കുമരുന്നും ഇല്ല. മദ്യം ഇല്ലെങ്കിൽ അവർ മയക്കുമരുന്ന് മദ്യശാല തുറക്കുക, മദ്യശാല തുറക്കുക. നമ്മുടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനൊക്കെ തടയാം, അതിൽ നിന്ന് യുവതലമുറയും അല്ലെ കൊച്ചുകുട്ടികളെല്ലാം ഇങ്ങനെ രക്ഷിക്കാം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. പൊതുവേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. നീ ഉപയോഗിക്കൽ നന്നായി വരണമെന്ന് പറഞ്ഞാൽ നന്നാവോ? നീ നന്നാവോ? അത് നന്നാവത്തില്ല. നമ്മൾ ഇപ്പോൾ ചെറുപ്പക്കാരൻ ചില ആരും ഒന്നും പറഞ്ഞേക്കുന്ന ആൾക്കാരല്ല. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാൽ പോലും കഴിയുന്ന ഇപ്പം അതിനകത്ത് എടുത്ത് തരും. ആ ഒരു മേഖലയിലോട്ട് പിന്നെ ഇപ്പം വിദ്യാഭ്യാസത്തിൽ ഇവിടെ ഒന്നും മാറ്റാൻ പറ്റൂല. ഇതേപോലുള്ള ഈ ലഹരി വസ്തുക്കൾ പിടിക്കപ്പെടുമ്പോൾ അത് ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തുമ്പോൾ അവർക്ക് നൽകുന്ന ശിക്ഷാവിധികൾ അത് വളരെ പരിമിതമായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്വന്തമായിട്ട് മനസ്സിൽ തോന്നണം, ഞാൻ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എൻ്റെ വീട്ടുകാരിൽ നിന്ന് നഷ്ടപ്പെടും, അല്ല ഞാൻ ഇതിലോട്ട് മാറിപ്പോവും, ഞാൻ നശിച്ചു പോകുന്ന ചിന്ത ഉണ്ടാവണം. ഇന്ന് നമുക്ക് നോക്കുമ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെട്ട് ദിശാബോധം ഇല്ലാത്ത ഒരു തലമുറയായി നമ്മൾ ഇന്ന് കാണുന്നത്. പോലീസ് പിടിച്ച് ജയിലിലിട്ടു, അവൻ നാളെ വീണ്ടും ഇറങ്ങിയിട്ട് അവൻ ഇതിനെ പറ്റി പോവുള്ളൂ. അപ്പം കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ജയിലിൽ പോകുമ്പം ഇപ്പം കഞ്ചാവ്സിന് പോയ പുള്ളി അകത്ത് പോകുമ്പോൾ അത് MDMA ആയിട്ട് പിടിച്ചിട്ട് അകത്തുള്ള പുള്ളിയുടെ ബന്ധം ഉണ്ടാക്കുന്നത്. തിരിച്ച് ഇറങ്ങുമ്പോൾ തന്നെ അകത്ത് അവനായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ്. വിദ്യാലയത്തിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് മനസ്സിലാവുകയാണ് അവനെ അധ്യാപകൻ അടിക്കില്ല. അവർക്ക് എന്തെങ്കിലും ചെയ്താൽ ചൈൽഡ് ലൈനിലോ മറ്റോ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് അധ്യാപകൻ്റെ കേസും എടുക്കും, മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവും. ഇത്തരം കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് തന്നെ ഒരു ആത്മധൈര്യം കിട്ടുകയാണ്, നമുക്ക് എന്തും ചെയ്യാം. പിന്നെ ഇത് മലയാളികളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഉറപ്പായിട്ട് ഇപ്പം 100% ഇപ്പം ഇതിലെ ഞാൻ സ്കൂൾ പിള്ളേർ പറയുന്നത് അടിമകളാണ്. അപ്പോൾ നമുക്ക് ഇപ്പം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാത്തതുകൊണ്ടാണ്. അതല്ല ഇപ്പം പിന്നെ കാര്യം വെച്ചാൽ ഞാൻ ഒരു കാര്യം തുറന്നു തരാം. ഞാൻ അച്ഛൻ്റെ അമ്മയാണ്, ഞാൻ അച്ഛനാണ്. എൻ്റെ വീട്ടിലിപ്പം എൻ്റെ മോൻ്റെ ബാഗൊന്നും ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാറില്ല. പക്ഷേ ഇനി വരുന്ന ആളുകളിൽ നമ്മൾ അതിലോട്ട് പോകാണ്ടിരിക്കുന്നത്. കുഞ്ഞുനാളിപ്പം നമ്മൾ നേരത്തെ പോകുന്ന കുട്ടികളോട്ട് ഇപ്പം വലിയ കോളേജിൽ നിന്ന് വരും മക്കളെ ബാഗ് എടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ ആദ്യമേ കൊച്ചിലെ ശീലിച്ച് വന്നാൽ പിന്നെ അവൻ വിചാരിക്കും ഇനി ഞാൻ ഈ സാധനം കൊണ്ടുപോയി അതിന് എൻ്റെ വീട്ടിൽ അമ്മ ചെക്ക് ചെയ്യണമെന്നുണ്ടാകും. ഇതൊക്കെ സിനിമയും കുറ്റം പറയണം. സിനിമയിലും ഇതേപോലുള്ള കാര്യങ്ങളാണ് അവർ കണ്ടു വളരുന്നത്. സിനിമ ഏറ്റവും കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്ന സിനിമ ഒരു ഘടകമാണ്. അപ്പോഴേക്കും കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ആയി തീരണം എന്നുള്ളൊരു ചിന്തയുണ്ട്. ഈ കൊച്ചുനാളിൽ ഇനി വരുന്ന തലമുറ രക്ഷപ്പെടുള്ളൂ, അല്ല ഇപ്പോൾ തലമുറ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാരന്റിങ് നമ്മൾ കുറച്ചുകൂടെ പണ്ടത്തെ പോലെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ഇപ്പം ആർക്ക് സമയമില്ല. ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്നു. ഞാൻ ഇപ്പം മൊബൈൽ നോക്കുന്ന മൊബൈലാണ്. വീട്ടിൽ വന്നാൽ ഞാൻ ചെയ്യുന്ന സ്ഥിരം സംഭവം ചെയ്യുന്നത് മൊബൈലാണ്. എൻ്റെ ഭാര്യ ആയാലും ഞാനാണ് ചെയ്യുന്നത് മൊബൈലിൽ. ഇത് കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ നേരത്തെ പറഞ്ഞ കുട്ടികളായിട്ട് ആ ഒരു ലെവലിലോട്ട് കൊണ്ടുവരാൻ മാത്രമേ മാറത്തുള്ളൂ. അല്ലാതെ ഇനിയുള്ള തലമുറയായിട്ട് നമുക്കൊന്നും പറഞ്ഞിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ, വേറെ ചെയ്യാനില്ല. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല.